ഈ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരുമോ? അല്ലെങ്കിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കഫക്കെട്ട് കൂടുമോ? അല്ലെങ്കിൽ കുഞ്ഞിനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൈയും കാര്യമൊക്കെ വളരുമോ? ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്ന മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിലേതൊക്കെയാണ് നമുക്ക് യഥാർത്ഥം, ഏതൊക്കെയാണ് ഫേക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധങ്ങളിലൊന്നാണ് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പനി എന്ന് സാധാരണ ആളുകൾ പറയുന്ന കോമൺ കോൾഡ് എന്ന് പറയുന്നത് തലയിൽ മഴവെള്ളം വീണിട്ട് അത് തലച്ചോറിലോട്ട് ഇറങ്ങി ഉണ്ടാകുന്ന പനിയൊന്നുമല്ല. അത് ആക്ച്വലി ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ആ വൈറൽ ഇൻഫെക്ഷൻ വരും, പനി വരും, അതായത് ഫ്ലൂ വരും, പനി വന്നിട്ട് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്താ പറയുന്നത്, തണുത്ത സാധനം കഴിച്ചാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ തലയിൽ എന്താ പറയുക വെള്ളം നനഞ്ഞാലോ മഴ നനഞ്ഞാലോ ഒന്നും വരുന്നൊരു അസുഖമല്ല അത്. അതെന്ന് പറയുന്നത് സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്, അപ്പർ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷനാണ്. അത് വരും, അത് വന്നിട്ടങ്ങ് പോകും. ഐഡിയലി അതിന് വലിയ മരുന്നുകൾ പോലും ആവശ്യമില്ല. എന്തെങ്കിലും സിംറ്റംസ് കൂടുതലുണ്ടെങ്കിൽ അതിനൊരു ചെറിയ മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഈ കൊച്ചു കുട്ടികൾക്ക് 2 വയസ്സിന് മുന്നേ തേൻ കൊടുക്കുക എന്ന് പറയുന്നൊരു ശീലമുണ്ട്. കുഞ്ഞിന് ഭയങ്കര നല്ലതാണ്, പഞ്ചസാര കൊടുക്കരുത്, തേൻ കൊടുക്കുക എന്നൊക്കെ പറയും. ഒന്നാമത്തെ കാര്യം, കുട്ടികൾക്ക് 3 വയസ്സിന് താഴെ പഞ്ചസാരയോ ഉപ്പോ ഒന്നും കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഈ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കാനേ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, തേൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ബോട്ടിലിസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് അതിനോട് ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ആവാത്തതുകൊണ്ട് ബോട്ടിലിസം ഉണ്ടാകും. അതും ഒരു ഭയങ്കര റിസ്കിയർ ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനാണ്. നമ്മുടെ നാട്ടിലത് കുറവാണ്, അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലോട്ടാണ് ഈ ശീലം കൂടുതലും. സോ അതുകൊണ്ട് 3 വയസ്സിന് താഴെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാർക്കും ദയവ് ചെയ്ത് തേൻ കൊടുക്കാതിരിക്കുക. അടുത്തത്, ഈ ജനിച്ച കുട്ടികളെ ഭയങ്കരമായിട്ട് മസാജ് ചെയ്ത് ഈ ഓലത്തുമ്പത്തിരുന്ന് ഊയലാടും എന്ന് പറയുന്ന പാട്ടിനകത്തേക്കെ പോലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ താഴെ കിടത്തി എണ്ണ തേപ്പിച്ച് കൈയും കാലും ഒക്കെ വലിച്ച് മുഖമൊക്കെ വടിച്ച് തലയൊക്കെ ഷേപ്പ് ചെയ്ത് അങ്ങനെ കുളിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കൊച്ചിൻ്റെ കൈയും കാലും വളരാനും അല്ലെങ്കിൽ തല ഷേപ്പ് ആവാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുമോ? സയൻറ്റിഫിക്കലി അതിന് യാതൊരു പ്രൂഫും ഇല്ല. അത് എന്താ പറയുക, നമ്മൾ കൊച്ചിനെ വെറുതെ കരയിക്കാം എന്നല്ലാതെ അതിനെന്തെങ്കിലും ഒരു സയൻറ്റിഫിക് എവിഡൻസോ അല്ലെങ്കിൽ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ല. സോ അത് ചെയ്യുന്നത് കൊണ്ട് കൊച്ചിന് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ഉപദ്രവമാകാനും സാധ്യതയുണ്ട്. കാരണം കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത അതിന് കൂടുതലാണ്. അടുത്തത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാനേ പാടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, വയറങ്ങ് നിറഞ്ഞു പോകില്ലേ, ദഹനക്കുറവ് വരുമെന്ന്. അത് വളരെ തെറ്റാണ്. ഐഡിയലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും അതുവഴി നമ്മുടെ ഡൈജഷൻ കൂട്ടുകയും ചെയ്യും. ഒരുപാട് വെള്ളം കുടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് വെള്ളം കൊണ്ട് തന്നെ ഫില്ലാവുകയും അതുവഴി നമുക്ക് കുറച്ച് ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതൊന്നും ഇരിക്കരുത്. ചോക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അഞ്ചാമത്തെ, തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലയിലെ മുടി കൊഴിച്ചിൽ കുറയും, അല്ലെങ്കിൽ തലയിലെ എണ്ണ തേക്കുന്നത് മുടിക്ക് ഭയങ്കര നല്ലതാണെന്നുള്ളത് അതും വളരെ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സത്യം പറഞ്ഞാലും മുടിയിൽ എണ്ണ തേക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഗുണങ്ങളെക്കാളും വളരെ വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ എണ്ണ തേച്ചിട്ട് രാത്രിയൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിക്കകത്ത് മോയ്സ്ചർ അഥവാ ഹ്യൂമിഡിറ്റി നിൽക്കാനുള്ള സാധ്യത കൂടുതലും അതുവഴി നമുക്ക് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ് സ്കാൽപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. സോ വെളുക്കാൻ തേച്ചത് പാണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് മാത്രമല്ല, വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ തലയിൽ സ്ഥിരമായിട്ട് എക്സസീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ വല്ലപ്പോഴും ഒരിച്ചിരി തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലാതെ സ്ഥിരമായിട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണ തലയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ ഉള്ളവർ ചോറ് കഴിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് വരുമ്പോൾ എന്നോട് പറയുന്ന ഒരു വിഷമമാണ്, അവർക്ക് ഷുഗറിന് ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കുന്നില്ല ഡോക്ടറെ എന്ന്. നിങ്ങൾക്ക് ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചോറെന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രു ഒന്നുമല്ല. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും, ഐ റിപ്പീറ്റ്, ഈവൻ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിച്ചോളുക, അതിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ എന്തുമാത്രം കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. രാത്രി നിങ്ങൾ ചോറ് കഴിക്കാതിരിക്കുക. രാത്രി നമുക്ക് ചോറ് അഥവാ കാർബോഹൈഡ്രേറ്റ് അത്ര നല്ലൊരു ഭക്ഷണമല്ല. പക്ഷേ ഉച്ചയ്ക്ക് നിങ്ങൾ നന്നായി ചോറ് കഴിച്ചോളൂ. അത് എന്ന് കരുതി നിങ്ങളുടെ ഷുഗർ കൂടാനൊന്നും പോകുന്നില്ല. സോ അതുകൊണ്ട് എല്ലാം മിതമായി കറക്റ്റ് സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എക്സസീവായിട്ട് അൺകൺട്രോൾഡായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കുഴപ്പമുള്ളൂ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും.
ആ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ള ഭാഗം തെറ്റാണെന്നേ ഉള്ളൂ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് മൊബൈൽ ഫോണിൻ്റെയോ മൊബൈൽ ഫോണുമായിട്ട് ഉപയോഗിക്കുന്ന അനുബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെയോ റേഡിയേഷൻ കാരണം ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായെന്നുള്ളതിന് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള യാതൊരു സ്റ്റഡീസും എൻ്റെ അറിവിൽ അവൈലബിൾ അല്ല. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ എക്സസീവ് യൂസ് കാരണം നിങ്ങളുടെ തലച്ചോറിനും നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേണിനും ഒക്കെ ഉണ്ടാക്കാവുന്ന വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിനേക്കാളും മാരകമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതും ഞാനീ പറയുന്ന പോലെ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് നേരം മൊബൈൽ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും വരാൻ പോകുന്നില്ല. അൺകൺട്രോൾഡ് ആയിട്ട് അൺചെക്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെയും നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും നിങ്ങളുടെ ഉറക്കത്തിനെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ ആ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ഇപ്പം മൊബൈൽ ഫോൺ ഇപ്പം ബെഡിൻ്റെ സൈഡിൽ വെച്ച് ഉറങ്ങിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഒന്നും വരുമെന്ന് ഒരു സ്റ്റഡിയിലും പ്രൂവൺ ആയിട്ടില്ല. പക്ഷേ മൊബൈൽ ഫോൺ എക്സസീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്തി ഇതുവരെ എവിഡൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ചില മിത്സിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ നമ്മളെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധധാരണകളും ഒരുപാട് തെറ്റിദ്ധാരണകളും നമ്മളുടെ ഇടയിൽ ഒരുപാട് പരക്കുന്നുണ്ട്. സോ അതുപോലത്തെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണ്, എൻ്റെ നോളജിനകത്തുള്ളതാണെങ്കിൽ ഞാൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ഞാൻ തന്നെ റിപ്ലൈ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടെ താഴെ മെൻഷൻ ചെയ്യുക. പറ്റുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്ത് റെഡിയാക്കാം.